യു എയിൽ നിന്ന് മുഹമ്മദ് റഗീസ് കൂടി ചേരുന്നു. റഗീസ്, ഗുഡ് മോർണിംഗ്. റഗീസ്, യഥാർത്ഥത്തിൽ 2 ആഴ്ച ബോംബിങ്ങും എല്ലാം നിർത്തിവെക്കാൻ ഞാൻ സമ്മതിക്കുന്നു എന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവന വന്നു. അതിനുശേഷം എന്താണ് മിഡിൽ ഈസ്റ്റിലെ അവസ്ഥ, പ്രത്യേകിച്ചും യു എ രാജ്യങ്ങളിൽ? വെരി ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഈ വെടിനിർത്തൽ പ്രഖ്യാപനം യു എയെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനവും ആശ്വാസം നൽകുന്നതുമാണ്. ഇന്നലെ രാത്രി എന്തുണ്ടാകും, അതായത് ഇന്ന് പുലർച്ചയോട് കൂടിയിട്ട് ഏത് തരത്തിലാകും ആക്രമണം ഉണ്ടാകും എന്നുള്ളത് വലിയ ആശങ്കയോടെ കണ്ടിരുന്ന ഒരു രാഷ്ട്രങ്ങളൊക്കെയും എന്തായാലും ആശ്വാസ വാക്കുകൾ വന്നതിന്റെ, ആ പ്രഖ്യാപനം വന്നതിന്റെ ഒക്കെയും എന്തായാലും അതിന്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ്. പക്ഷേ ഈ ഒരു പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെയും സത്യത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെയും ആക്രമണം നടന്നിട്ടുണ്ട്. യു എയിൽ 2 തവണ ഇതിനിടയിൽ അലേർട്ട് വന്നിരുന്നു. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ മുൻപുള്ള കാര്യം മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ 2 തവണ യു എയിൽ അലേർട്ട് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കുവൈറ്റിൽ അലേർട്ട് വന്നിട്ടുണ്ട്, ബഹ്റൈനിൽ അലേർട്ട് വന്നിട്ടുണ്ട്. ഒപ്പം സൗദിയിലും ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പൂർണ്ണ തോതിൽ ഈ വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ടോ, ഇപ്പോൾ അത് പ്രാവർത്തികമായിട്ടുണ്ടോ, ആക്രമണം പൂർണ്ണമായും അത് അവസാനിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതോടുകൂടി, ഇസ്രായേൽ കൂടി ഈ വെടിനിർത്തലിന്റെ ഭാഗമാകുന്നതോടുകൂടി പൂർണ്ണമായും ആക്രമണം അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഉള്ളത്. യു എയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സംബന്ധിച്ചിടത്തോളവും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് കേവലം ഒരു ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാകരുത് എന്ന നിലയിലേക്ക് അവസാനം അവരുടെ നിലപാടുകൾ മാറിയിട്ടുണ്ടായിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ അതിനപ്പുറം ഈ ഒരു ഇറാന്റെ ത്രെറ്റ് ദീർഘകാലത്തേക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കുറെ കാലത്തേക്ക് മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ ഇനിയൊരു ഭീഷണിയായി ഇറാൻ ഉദിച്ചു വരരുത് എന്നുള്ളൊരു ആഗ്രഹം, നിലനിൽക്കരുത് എന്നുള്ളൊരു ആഗ്രഹം ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെയും ഉണ്ടായിരുന്നു. അത് 2 ദിവസം മുൻപ് യു എ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവായിട്ടുള്ള അൻവർ ഗർഗാഷിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അതിൽ തന്നെ അത് വ്യക്തമാണ്. കാരണം ഒരു കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള കേവലം ഏതെങ്കിലും ഒരു കരാറിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കരുത് എന്ന് യു എ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള നയം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഈ ആണവായുധം ഉൾപ്പെടെയുള്ള, ഒപ്പം തന്നെ ഈ ഏതൊക്കെ നിലയിൽ അയൽ രാജ്യങ്ങൾക്ക് ത്രെറ്റ് ഉണ്ടാക്കുന്നോ അതൊക്കെ ആ പ്രവർത്തനങ്ങളൊക്കെ ഇറാൻ നിർത്തിവെക്കുന്ന നിലയിലേക്ക് ഒരു കരാറിലെത്തണം എന്നാണ് യു എ ആവശ്യപ്പെട്ടിരുന്നത്. മാത്രമല്ല സൗദിക്കും അത്തരത്തിലുള്ള ആവശ്യം തന്നെയാണുള്ളതെന്നും സൗദി കൂടുതലായി പ്രഷർ ചെയ്തിട്ടുണ്ട് എന്നുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ രാഷ്ട്രങ്ങളൊക്കെയും സംബന്ധിച്ച് ഇത് അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലീഫ് പീരീഡ് ആണ്. മാത്രമല്ല ഒരു റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ ഇടയിലും ഒപ്പം ചില റെസ്ട്രിക്ഷൻസും ഒക്കെയും ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സമയമായി ഗൾഫ് രാജ്യങ്ങൾ ഈ സമയത്തെ കാണും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ നിലയിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പവർ ഗ്രിഡുകൾ ആക്രമണം ഉണ്ടാകുന്നു, ഒപ്പം തന്നെ ഈ കടൽ വെള്ളം ശുചീകരിക്കുന്ന പ്ലാന്റുകളിൽ ആക്രമണം ഉണ്ടാകുന്നു. അതൊക്കെയും റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് അവരുടെ എക്കോണമിക് പോളിസീസ്, പുതുതായി അവതരിപ്പിച്ച പാക്കേജുകൾ അതൊക്കെയും നടപ്പിലാക്കിക്കൊണ്ട് ആ നിലയിൽ സാമ്പത്തികമായി കൂടി ഒരു പരിവർത്തനം നടത്തേണ്ട, ഉദിച്ചു വരേണ്ട ഒരു സമയം കൂടിയായിട്ട് ഇതിനെ കാണുന്നുണ്ട്. എന്തായാലും നിലവിൽ ഔദ്യോഗികമായിട്ട് ഈ രാജ്യങ്ങളൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. വെടിനിർത്തലിനോട് എന്തായാലും അവർ അത്തരത്തിൽ ഒരു നല്ല കാര്യം എന്നുള്ള നിലയിൽ തന്നെ ആകും, അതിനോട് അനുകൂലമായി തന്നെയാകും പ്രതികരിക്കുക. പക്ഷേ ഏത് നിലയ്ക്കാണ് ഈ പാകിസ്ഥാന്റെ ഇടപെടൽ, ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിലേക്ക് അത് കൊണ്ടുപോകും എന്ന് കണ്ടറിയണം. SKN. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.